യുക്രൈൻ തീരത്ത് ചരക്ക് കപ്പലിന് നേരെ റഷ്യ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ കാസർഗോഡ് ജില്ലക്കാരനടക്കം 10 പേർ കൊല്ലപ്പെട്ടു. വെള്ളരിക്കുണ്ട് AKG നഗർ സ്വദേശി വാലിപ്ലാക്കൽ അഖിൽ ജോയലാണ് മരിച്ച കാസർഗോഡുകാരൻ. യുക്രൈൻ നഗരമായ ഒഡേസയുടെ തീരത്ത് വെച്ച് ചരക്ക് കപ്പലിന് നേരെ റഷ്യ നടത്തിയ ക്രൂയിസ് മിസൈൽ ആക്രമണത്തിലാണ് മലയാളിയടക്കം 10 പേർ കൊല്ലപ്പെട്ടത്. വെള്ളരിക്കുണ്ട് AKG നഗർ സ്വദേശി വാലിപ്ലാക്കൽ അഖിൽ ജോയൽ എന്ന 26-കാരനാണ് മരിച്ച മലയാളി. 5 ഇന്ത്യക്കാർ ഉൾപ്പെടെ 17 പേരാണ് കപ്പലിലുണ്ടായിരുന്നത്. ഗിനിയ ബിസാവ് പതാകയുള്ള ഗോൾഡൻ ലിയോ എന്ന കപ്പലിന് നേരെയാണ് റഷ്യൻ ആക്രമണം ഉണ്ടായതെന്നും ഇന്ത്യൻ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ കപ്പലെന്നും യുക്രൈൻ വ്യോമസേന അറിയിച്ചു. വെള്ളരിക്കുണ്ട് AKG നഗറിലെ ജോയലിന്റെയും സാലിയുടെയും ഏകമകനാണ് കൊല്ലപ്പെട്ട അഖിൽ ജോയൽ. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് ജോലിസ്ഥലത്തു നിന്നും ജോയൽ മരണപ്പെട്ട വിവരം വീട്ടുകാർക്ക് ഇമെയിൽ സന്ദേശമായി ലഭിച്ചത്. നേരത്തെ വിളിക്കുകയും എൻ്റെ ഒരു സ്നേഹിതൻ്റെ ചേട്ടൻ ത്രൂ ഇന്നലെ തന്നെ എന്തിനെ ഡയറക്റ്റ് വിളിക്കുകയും ഇന്ത്യ പാർലമെൻറ്റിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് പുള്ളി PA നമ്പർ തരാമെന്ന് പറയുകയും അങ്ങനെ PA ആയിട്ട് ബന്ധപ്പെടുകയും ചെയ്തിട്ട് ഞങ്ങൾ പാർലമെൻറ്റിൽ വരെ ഈ കാര്യങ്ങൾ എത്തിക്കുകയുണ്ടായി. പിന്നെ സുരേഷ് ഗോപി ത്രൂ കൂടെ ഞങ്ങൾ പല ആൾക്കാർ ത്രൂ ഞങ്ങൾ ബന്ധപ്പെടുകയും ഇത് പാർലമെൻറ്റിൽ ഈ വിഷയം എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ കഴിഞ്ഞിട്ടുള്ള വിവരങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല. പിന്നെ ഏതൊരു ഇതിൽ ഒരു വാട്സാപ്പ് നോട്ടിനോട്ടോ അല്ലെങ്കിൽ ഇതിനോ ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടു. മുഖ്യമന്ത്രി ഓഫീസും നോർക്കയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടെന്നുള്ളതാണ് എനിക്ക് അറിയാൻ പറ്റുക. അതിൻ്റെ സത്യാവസ്ഥയൊന്നും എനിക്കറിയത്തില്ല. കഴിഞ്ഞ അവധിക്ക് നാട്ടിലെത്തിയ അഖിൽ വിവാഹ നിശ്ചയത്തിന് ശേഷമാണ് ജോലിസ്ഥലത്തേക്ക് തിരിച്ചുപോയത്. അടുത്ത വരവിൽ വിവാഹം നടത്താനായിരുന്നു ഇരു കുടുംബങ്ങളുടെയും തീരുമാനം. കഴിഞ്ഞ 6 വർഷക്കാലമായി മർച്ചന്റ് നേവിയിൽ ജോലി ചെയ്തു വരികയായിരുന്ന അഖിലിന്റെ പിതാവ് ജോയൽ ഇലക്ട്രിക്കൽ കടയിലെ ജീവനക്കാരനാണ്. മാതാവ് സാലി പോസ്റ്റൽ വകുപ്പിലെ ജീവനക്കാരിയും. ജോലിയിൽ പ്രവേശിക്കും മുമ്പേ നാട്ടിലെ എല്ലാ കാര്യങ്ങളിലും സജീവ സാന്നിധ്യമായിരുന്ന അഖിൽ ജോയൽ മികച്ചൊരു കമ്പവലിക്കാരനുമായിരുന്നു. പ്രിയപ്പെട്ട അഖിൽ ജോയലിൻ്റെ മരണം അക്ഷരാർത്ഥത്തിൽ ഈ നാടിനെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഈ ചെറുപ്പക്കാരൻ വെള്ളരിക്കുണ്ടിലെ എല്ലാ രംഗത്തും എല്ലാ ആളുകളുമായിട്ട് നല്ല ബന്ധത്തിലും കഴിഞ്ഞിരുന്ന ഒരു ആളാണ് അഖിൽ ജോയൻ. അഖിൽ ജോയൻ മരിച്ച വിവരം ഇന്നലെ ഒരു ഉച്ച കഴിഞ്ഞോടെയാണ് ഒരു അഭ്യൂഹമായിട്ട് നാട്ടിലെ ആളുകളുടെ ഇടയിൽ പരന്നത്. അതിനുശേഷം മർച്ചൻ്റ് നേവിയുടെ കമ്പനിയിൽ നിന്നും വീട്ടുകാരെ വിളിച്ച് വിവരം അറിയിക്കുകയുണ്ടായി ഇന്നലെ വൈകുന്നേരത്തോടുകൂടി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മൃതദേഹം വിട്ടുകിട്ടുന്ന കാര്യത്തെപ്പറ്റി ഒരു വ്യക്തത ആയിട്ടില്ല ഇതുവരെ. എന്നിരുന്നാലും നമ്മളെ ബഹുമാനപ്പെട്ട രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഡൽഹിയിൽ നിന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നുണ്ട്. അദ്ദേഹം ആഭ്യന്തര വകുപ്പ് മന്ത്രാലയമൊക്കെയായി ബന്ധപ്പെട്ട് മൃതദേഹം എത്രയും പെട്ടെന്ന് നാട്ടിലെത്താനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട്. കൂടാതെ ബഹുമാനപ്പെട്ട കേരള ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല അദ്ദേഹം രാവിലെ ഫോണിൽ വിളിച്ച് വിവരങ്ങൾ ആരായുകയും എത്രയും പെട്ടെന്ന് അഖിലിൻ്റെ മൃതശരീരം കൂടി എത്തിക്കുന്നതിന് വേണ്ടി ഉള്ള ക്രമീകരണങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ വെള്ളരിക്കുണ്ട് പോലെയുള്ളൊരു പ്രദേശത്ത് ഇത്തരമൊരു ഈ ചെറുപ്പക്കാരൻ്റെ മരണം ഈ നാടിനെ അക്ഷരാർത്ഥ ദുഃഖത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചാഴ്ചകളായി യുക്രൈനിലെ ഒഡേസ മേഖലയിൽ തുടർച്ചയായ റഷ്യൻ ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് അഖിൽ ജോയലുണ്ടായിരുന്ന MV ഗോൾഡൻ ലിയോ എന്ന കപ്പലിന് നേരെയും ആക്രമണമുണ്ടായത്. ഇന്ത്യ, സിറിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള ക്രൂ അംഗങ്ങളാണ് ഇതിൽ സഞ്ചരിച്ചിരുന്നത്. മുംബൈ ആസ്ഥാനമായുള്ള ഓഷ്യൻ ഗ്രേസ് ഷിപ്പിംഗ് ലിമിറ്റഡിന്റെ ഉടമസ്ഥതയിലുള്ള ഈ കപ്പൽ ഒഡേസ തുറമുഖത്തു നിന്ന് ചോളം കയറ്റി പുറപ്പെട്ടതിന് പിന്നാലെ റഷ്യൻ യുദ്ധവിമാനങ്ങൾ 3 ക്രൂയിസ് മിസൈലുകൾ തൊടുത്തുവിടുകയായിരുന്നുവെന്നാണ് അറിയുന്നത്. ന്യൂസ് ബ്യൂറോ, വെള്ളരിക്കുണ്ട്.